പാട്ട് നന്നായിരുന്നു. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇതെന്താടോ ആളുകളെ കണ്ടിട്ടില്ലാത്തതുപോലെ? അമ്മ സംഗീതം പഠിച്ചിട്ടുണ്ടോന്ന്? ഇല്ല. പിന്നെങ്ങനെയാ ഇത്രയും ശ്രുതിമധുരമായി പാടാൻ കഴിയുന്നത്? സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒത്തിരി ജീവിതാനുഭവങ്ങൾ അമ്മുവിനുണ്ടെന്ന് പാട്ട് കേട്ടപ്പോ മനസ്സിലായി. അമ്മുവിന് എന്തെങ്കിലും ദുഃഖമുണ്ടോ? അങ്ങനൊന്നുമില്ല. അമ്മ പണ്ട് പാടി കേട്ടിട്ടുള്ള പാട്ട് ഞാൻ പാടിയെന്നേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പാടില്ലായിരുന്നു. അതെന്താ? ഈ പാട്ടും സംഗീതവും ഒക്കെ മറ്റുള്ളവർക്ക് കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടിയുള്ളതല്ലേ? അല്ല, എന്റെ പാട്ട് എനിക്ക് മാത്രം കേൾക്കാനുള്ളതാ, എനിക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാ. എന്റെ ദുഃഖങ്ങൾ മറക്കാനുള്ള ഒരു പാഴ് ശ്രമമാണ് എന്റെ പാട്ട്. ദയവായി അതിനെ മഹത്തരമായ സംഗീതം എന്ന് വിളിക്കരുത്. ചേച്ചേ, എന്താ അമ്മു ഇതൊക്കെ? ഇമ്പമുള്ള പാട്ടും ഈ കരച്ചിലും തമ്മില് തീരെ മാച്ച് ആവുന്നില്ലല്ലോ. റിലാക്സ്. എന്താ നിന്റെ ദുഃഖം? പറ അമ്മു. എനിക്ക് അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടു. ബന്ധുക്കളായിട്ട് ആരുമില്ല. ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. എന്നാ നിനക്ക് തെറ്റി. ഒറ്റയ്ക്കല്ല നീ, നിനക്ക് എല്ലാവരും ഉണ്ട്. സ്നേഹത്തിനും സഹാനുഭൂതിക്കും ഒക്കെ പേര് കേട്ട കോവിലകത്താ നീ വന്നിരിക്കുന്നത്. നീ വേലക്കാരിയല്ല, സ്വന്തം മകളെ പോലെയാണെന്നാ സംഗീതമ്മ പറഞ്ഞിരിക്കുന്നത്. ഈ കോവിലകത്ത് നിനക്കുള്ള സ്ഥാനം മകളുടേതാണെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളായിരിക്കും നിന്നെ കാത്തിരിക്കുന്നത്? സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ നിനക്ക്? അർഹതയില്ലാത്ത ഒരു സൗഭാഗ്യവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉയിര് കിടക്കാൻ അല്പം ഭക്ഷണവും കിടക്കാൻ സുരക്ഷിതമായ ഒരിടവും അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നോട് കാട്ടുന്ന സ്നേഹത്തിനും അംഗീകാരത്തിനും നന്ദിയുണ്ട് മാഡം. നിന്നെ ഈ മാഡം ഒന്ന് വിളി കേൾക്കുമ്പോ ഞാൻ തമ്പുരാട്ടിയും അമ്മ വേലക്കാരിയാണെന്ന് ഫീലിംഗ് ഉണ്ടാവുന്നു. അത് വേണ്ട, ദേവിക എന്ന് വിളിച്ചാ മതി. ഓക്കെ? പാവ അമ്മു അവഗണിക്കപ്പെടേണ്ടവളല്ല, പരിഗണിക്കപ്പെടേണ്ടവള് തന്നെയാ.